ബിഗ് ബോസ് സീസൺ 6ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ജിൻഡോ. ജിൻഡോ ഇല്ലെങ്കിൽ അവിടെ ഒരു കണ്ടന്റ് ഇല്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് രാവിലെ കൊടുത്ത ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും വലുതായിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതോ കെറുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ വന്ന് മാപ്പ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാപ്പ് പറയാം എന്ന് കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് സീസൺ 6ന്റെ അകത്ത് ജിൻഡോയ്ക്കെതിരെ ഈ പറയുന്ന മത്സരാർത്ഥികളെല്ലാം അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെല്ലാം മോശമായി പറയുകയും മോശമായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരാരും ഒരാൾ പോലും വിൻഡോയോട് മാപ്പ് പറയുകയോ ജിൻഡോ ക്ഷമിക്കണേ എന്ന് പറയുകയോ ചെയ്തില്ല. അർജുൻ മാത്രമാണ് ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ മത്സരാർത്ഥികളും ഇങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. കാരണം ജിൻഡോയെ ഒരുമാതിരി നെഗറ്റീവായ രീതിയിലാണ് അവർക്ക് കാണുന്നത്. കണ്ടോട്ടെ പക്ഷെ ഒരു ക്ഷമ എന്ന് പറയുന്നത് ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നാ പറയണേ. ക്ഷമ അതുപോലും അവർ കാണിച്ചില്ല. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിച്ചില്ല. അതിനിടയ്ക്ക് അൻസിബ വന്നിട്ട് പറയുന്നുണ്ട്, അൻസിബ ഒരു കുത്തൊക്കെ കുത്തിയിട്ടാണ് ജിൻഡോയ്ക്ക് പോകുന്നത്. കാരണം ജിൻഡോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് അൻസിബ. എന്നിട്ട് പോലും അൻസിബ പറയുന്നുണ്ട്, നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ മണ്ടനാണ്, നിങ്ങൾ അങ്ങനത്തെ പല ആൾക്കാരുണ്ട്, പല കാര്യങ്ങളും മാറ്റി പറയുന്ന ആളാണ്, എന്നാലും നിങ്ങൾ എന്നെ ഒരു ഇതിന്റെ പേരിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുദ്ദേശിച്ചാ പറയുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. ശ്രീരേഖയുമായിട്ടാണ് കൂട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നുള്ളതൊക്കെ ശ്രീരേഖയ്ക്ക് അൻസിബയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ശ്രീരേഖ എന്ത് പറയുന്നു അത് അങ്ങ് വിഴുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതോടൊപ്പം മുടിയനും ഇപ്പം ശ്രീരേഖയുടെ അവരുടെയൊക്കെ ഒരു സെറ്റപ്പ് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നുള്ളത് അറിയാം. എങ്കിൽ പോലും പൊതുവായിട്ട് ഒരു പ്രേക്ഷകരുടെ മുമ്പിലോ അല്ലെ ഒരു ക്യാമറയുടെ മുമ്പിലോ അൻസിബയുടെ കുറ്റം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞതും നല്ലൊരു ഗെയിമറാണ് എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷെ അൻസിബ അത് മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഗബ്രി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഞാൻ പിന്നെയും ഇതാക്കുന്നത് ഒരു ജിൻഡോ ക്ഷമിച്ചു കൊടുത്തെടുത്ത് പോലും അവിടെ ഈ ഗബ്രിക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. അപ്പോ ജിൻഡോ പറഞ്ഞത് വളരെ സത്യമാണ്. ഇവിടെ ഗബ്രി എന്ന് പറയുന്ന ആൾ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഗബ്രി പറയുന്നുണ്ട്, ഞാൻ മനസ്സിലൊന്നും വെക്കാറില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം കരുതിക്കൊണ്ട് പോകുന്നു. ഇതുപോലെ കള്ളം പറയുന്ന ഒരു മത്സരാർത്ഥി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഗബ്രിയെ പോലെ ഒരു കള്ളം പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ ഇല്ല. എന്തായാലും ഗബ്രിക്ക് ഇത്രമാത്രം നിൽക്കുന്നത് ജാസ്മിനുമായിട്ടുള്ള അവരുടെ ആ ഒരു കോംബോ കാരണമായിരിക്കും. അതിനെ ഇഷ്ടപ്പെടുന്നവർ കാണും, അതുകൊണ്ട് മാത്രമായിരിക്കും അവരവിടെ നിൽക്കുന്നത്. എന്തുവാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.